നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഭൂലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടെ നെഞ്ചിരിപ്പോടെ കാത്തിരുന്ന ആ ചരിത്ര മുഹൂർത്തം ഇന്ന് രാവിലെ പിറന്നിരിക്കുകയാണ്. 50 വർഷങ്ങൾക്കിപ്പുറം ചന്ദ്രന്റെ ചാരത്തെത്തി മനുഷ്യർ അതിനുശേഷം മടങ്ങിയിരിക്കുകയാണ് ഭൂമിയിലേക്ക്. സേഫ് ലാൻഡിംഗ്. ആർട്ടിമിസ് 2 ദൗത്യം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഏപ്രിൽ 6-ന് ചന്ദ്രന്റെ അങ്ങേപ്പുറം അതായത് ലൂണാർ ഫാർ സൈഡ് സന്ദർശിക്കുകയായിരുന്നു മാനവർ. അതായത് 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികൾ. 10 ദിവസത്തെ ഐതിഹാസിക യാത്ര അതിനുശേഷമാണ് ഭൂമിയിലേക്ക് വളരെ സുരക്ഷിതരായി മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലാണ് ഓറിയൻ ക്യാപ്സ്യൂൾ പതിച്ചത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവർ സുരക്ഷിതരാണ് എന്ന് നാസ അറിയിച്ചു. അത്ഭുത കാഴ്ചകളുമായിട്ടാണ് ആർട്ടിമിസ് സംഘം തിരിച്ചെത്തിയിരിക്കുന്നത്. അതായത് ചന്ദ്രന്റെ മറുപുറം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ചന്ദ്രനിലേക്ക് ഒരുപാട് ദൗത്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. അത് ചന്ദ്രനിലേക്ക് എത്തുക എന്ന ദൗത്യം മാത്രമായിരുന്നു. പക്ഷേ ഇത് ചന്ദ്രന്റെ മറുപുറം കണ്ടിരിക്കുകയാണ് മനുഷ്യർ. എന്താണ് ചന്ദ്രന്റെ അപ്പുറം? യാത്രയ്ക്കിടെ സംഘം പകർത്തിയ ദൃശ്യങ്ങൾ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം നടക്കുന്നതാണ്. ചന്ദ്രന്റെ ഇരുണ്ട വശത്തുകൂടിയുള്ള 7 മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ ഇവർ കണ്ട കാഴ്ചകൾ പകർത്തുകയുണ്ടായി. ബഹിരാകാശത്ത് വെച്ച് ചന്ദ്രൻ സൂര്യനെ മറിക്കുന്ന അത്യപൂർവ ദൃശ്യം ക്യാമറയിൽ പകർത്തുകയുണ്ടായി ഈ സംഘം. സൂര്യന്റെ കൊറോണ ദൃശ്യമാകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഉൽക്ക പതനങ്ങൾ കണ്ടു. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് 6 തവണ ഉൽക്കകൾ പതിക്കുമ്പോഴുണ്ടായ പ്രകാശങ്ങൾ സംഘം നേരിട്ട് കണ്ടു. ഭൂമിയുടെ ഉദയവും അസ്തമയവും കണ്ടു. ചന്ദ്രന്റെ ചക്രവാളത്തിൽ ഭൂമി ഉയരുന്നു, താഴുന്നു. അത്തരത്തിൽ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി അവർ പകർത്തുകയുണ്ടായി. ചന്ദ്രനിലെ പുരാതന ലാവ പ്രവാഹങ്ങൾ, വൻ കുഴികൾ, ഉപരിതലത്തിലെ വിള്ളലുകൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി ചിത്രങ്ങളാണ് ഈ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയത്. 4 ബഹിരാകാശ സഞ്ചാരികൾ മനുഷ്യരാശിയെ ചന്ദ്രന് ചുറ്റുമുള്ള എന്താണ് സംഭവിക്കുന്നത് എന്ന ആ കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നതും ഏറ്റവും അപൂർവമായി മാറിയിരിക്കുകയാണ്. അവർ കൊണ്ടുവന്ന ചിത്രങ്ങളും വിവരങ്ങളും എന്തായാലും വരും തലമുറകളെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കുമെന്നാണ് നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ നിക്കി ഫോക്സ് പറഞ്ഞത്. മനുഷ്യർ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരങ്ങൾ കീഴടക്കുന്നതിനും ഈ ദൗത്യത്തിന്റെ വിജയം ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. എന്തായാലും ആർട്ടിമിസ് സംഘം ഒരു വലിയൊരു ചരിത്രം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെയാണ് ബഹുമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. 5:37-ന് സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ. 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തുന്നത്. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ വശം കണ്ടാണ് ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റിയത്. ചന്ദ്രന്റെ പിന്നിലേക്ക് പോയ പേടകവുമായി 40 മിനിറ്റോളം ഭൂമിയിൽ നിന്നുള്ള ബന്ധം ഇല്ലായിരുന്നു. ആശങ്കയുടെ 40 മിനിറ്റുകൾ. എന്തായാലും ഈ പുതിയൊരു ചരിത്രം കൂടി ആർട്ടിമിസ് 2 ദൗത്യ സംഘം അവരുടെ പേരിൽ കുറിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം അകലേക്ക് സഞ്ചരിച്ച മനുഷ്യരാണ് ഇപ്പോൾ ആർട്ടിമിസ് 2 സംഘത്തിലെ ആ 4 പേർ. 1970-ൽ ഭൂമിയിൽ നിന്ന് 4,171 കിലോമീറ്റർ അകലെ വരെ സഞ്ചരിച്ച അപ്പോളോ 13 സംഘത്തിന്റെ 1970-ലെ റെക്കോർഡാണ് ഇന്നലെ രാത്രി 11:26-ന് ഓറിയോൺ ഇന്റഗ്രിറ്റി പേടകം മറികടന്നത്. 1972-ലെ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആദ്യ ദൗത്യമായിരുന്നു ആർട്ടിമിസ് 2. അപ്പോളോ 17 സംഘം ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയെങ്കിൽ ആർട്ടിമിസ് 2 അംഗങ്ങളെ വഹിച്ച ഓറിയോൺ പേടകം 10 ദിവസം കൊണ്ട് ചന്ദ്രനെ വലം വെച്ചാണ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. 2022-ലെ അവസാനം നടന്ന ആളില്ലാ ചാന്ദ്ര ദൗത്യമായ ആർട്ടിമിസ് 1 വളരെ വലിയ വിജയമായിരുന്നു. അന്ന് ഓറിയോൺ പേടകം യാത്രികരെ വഹിക്കാതെ ചന്ദ്രനെ വിജയകരമായി ചുറ്റി ഭൂമിയിലേക്ക് മടങ്ങി വരികയായിരുന്നു. ചൈനയ്ക്ക് മുമ്പേ മനുഷ്യനെ ചന്ദ്രനിൽ വീണ്ടും ഇറക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പുതിയ പദ്ധതി അനുസരിച്ച് ആർട്ടിമിസ് 4-ാം ദൗത്യത്തിലാകും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുക. ചരിത്രം കുറിച്ചിരിക്കുകയാണ്. വളരെ സേഫ് ആയിട്ടുള്ള സ്പ്ലാഷ് ഡൗൺ നടന്നിരിക്കുകയാണ്. പുതിയ അധ്യായങ്ങൾ രചിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന് എത്താൻ പറ്റാത്ത തലത്തിൽ വരെ മനുഷ്യർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഇനി ചൊവ്വ ദൗത്യം, അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ ഒരു പുതിയ നേട്ടമായിരിക്കും അത്. എന്തായാലും നാസയുടെ ഈ ദൗത്യം ലോകത്തെ ഒന്നടങ്കം നടക്കി അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നാസ ആയിരിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ അടുത്ത ദൗത്യം
ഗഗൻയാനാണ് ചൊവ്വയെ സന്ദർശിക്കുക, അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് എത്തുക. അതിനുള്ള ദൗത്യം വിജയകരമാകുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ രാജ്യം കാത്തിരിക്കുകയാണ്. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, അടുത്ത ലക്ഷ്യമുണ്ട്. 2028 ചാന്ദ്രവാസമാണ് അടുത്ത നാസയുടെ ലക്ഷ്യം. ആർട്ടിമിസ് 2 വിജയകരമായതോടെ നാസയുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്നതാണ്. ഇതിനോടനുബന്ധിച്ച് 2028 2 ദൗത്യങ്ങളാണ് നാസ തയ്യാറാക്കുന്നത്. ചന്ദ്രനിലേക്ക് മനുഷ്യരെ വീണ്ടും എത്തിക്കാനുള്ള 2 സുപ്രധാന ദൗത്യങ്ങളാണ് അന്ന് നടക്കുക. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം ബേസ് ക്യാമ്പ് നിർമ്മിക്കുക എന്നതാണ് നാസയുടെ അന്തിമ ലക്ഷ്യം കൂടിയായിരിക്കുന്നത്. എന്തായാലും ലക്ഷ്യങ്ങൾ ഓരോന്നായി നാസ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മനുഷ്യരാശി ഒന്നടങ്കം അഭിമാനം കൊള്ളുന്നു. മാത്രമല്ല നമ്മൾ മനുഷ്യർ ഇത്തരത്തിൽ വലിയ ദൗത്യങ്ങൾ ചെയ്തെടുക്കുന്നു, അത് വിജയകരമായി പൂർത്തീകരിച്ച് സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു എന്നതൊക്കെ വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പുതിയ ഒരു ദൗത്യം കുറിച്ചിരിക്കുന്നു ആർട്ടിമിസ് 2 സംഘം എന്നതും വലിയധികം സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി മുതൽ എല്ലാവരും ലോകം ഈ വാർത്ത അറിഞ്ഞവരെല്ലാവരും വളരെ സേഫ് ലാൻഡിങ് ആയിരിക്കണം, അല്ലെങ്കിൽ സേഫായിട്ട് തന്നെ അവർ തിരിച്ചെത്തുമോ എന്ന ആശങ്കയൊക്കെ അലട്ടിയിരുന്നു. പക്ഷേ ആശങ്കാവകമായ അന്തരീക്ഷങ്ങളൊക്കെ മാറ്റി വളരെ സേഫായിട്ട് തന്നെ അവരെത്തിയിരിക്കുകയാണ്. ചൈനയ്ക്ക് മുൻപേ മനുഷ്യനെ ചന്ദ്രനിൽ വീണ്ടും ഇറക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പുതിയ പദ്ധതി അനുസരിച്ച് ആർട്ടിമിസ് 4ാം ദൗത്യത്തിലാകും ആ കാൽവയ്പ് അമേരിക്ക നടത്തുക. എന്തായാലും ഇനി ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കാനുള്ള ദൗത്യം അത് വിജയകരമാകുമെന്ന ചോദ്യം എന്തായാലും ഓരോ നേട്ടങ്ങളും നെയ്തുകൊണ്ടിരിക്കുകയാണ് നാസയെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനപ്പുറം മാനവരാശിക്ക് ഒന്നടങ്കം ഇത് വലിയൊരു അഭിമാനകരമായ നിമിഷമായി മാറിയിരിക്കുകയാണ്. നമുക്കുമറിയാം, നമുക്കുമുണ്ട് അഭിമാനകരമായ നേട്ടങ്ങൾ, ഇന്ത്യക്കുമുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ ദൗത്യമൊക്കെ വളരെ വിജയകരമായതും ഒരുപാട് നേട്ടങ്ങൾ അതിന് പിന്നാലെ നമ്മളെ തേടി എത്തിയതും ആ രാജ്യം ഒന്നടങ്കം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതും അത് വിജയിച്ചപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിച്ചതുമായ ആ മുഹൂർത്തങ്ങളൊന്നും നമുക്ക് ഈ അവസരത്തിൽ മറക്കാനാകില്ല എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.